എല്ലാവർക്കും നമസ്കാരം. ഉത്രാട നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 21ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ ഈ ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ നക്ഷത്രനാഥൻ സൂര്യനാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളോടൊപ്പമുള്ള കാർത്തിക, ഉത്രം, ഉത്രാടം ഈ ഗ്രൂപ്പിൽ വരുന്ന നിങ്ങൾ ഈ 3 നക്ഷത്രങ്ങളും രവി അഥവാ സൂര്യൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യം, ആത്മവിശ്വാസം, ആരുടെ മുന്നിലും കീഴടങ്ങാതിരിക്കുക, ഈ ശീലങ്ങൾ നിങ്ങൾക്ക് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ടാകും. ഈ ജ്യോതിഷത്തിൽ ആനക്കൊമ്പാണ് ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആ ഒരു അടയാളമായിട്ട് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഉത്രാട നക്ഷത്രക്കാർ വളരെയധികം അംഗലാവണ്യമുള്ളവരും ആരെയും വളരെ പെട്ടെന്ന് തന്നിലേക്ക് ആകർഷിക്കാൻ പോകുന്ന ആ ഒരു ശാരീരിക പുഷ്ടിയും ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് നിങ്ങളുടെ ഓരോ ഏജിലുമുള്ള, അതായത് വയസ്സ് ആസ്പദമാക്കിയുള്ള നക്ഷത്ര ഫലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൻ്റെ ഭാഗമാക്കി ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ ജ്യോതിഷം ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഭക്തി, ആത്മവിശ്വാസം, ആത്മീയജ്ഞാനം, ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ജ്യോതിഷം ആപ്ലിക്കേഷൻ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള മറ്റേത് ജ്യോതിഷം ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഈ ഏറ്റവും അവസാനമായി പൂർത്തിയാക്കിയ സന്ധ്യാനാമങ്ങളുടെ ആ വിഭാഗത്തിലേക്ക് വന്നാൽ ഓരോ കീർത്തനങ്ങൾക്കും അതിൻ്റെ മലയാള അർത്ഥസഹിതമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. അല്ലെങ്കിൽ തന്നെ അർത്ഥമറിഞ്ഞ് നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രമേ അതിൻ്റെ ആ പ്രയോജനം, അതായത് യഥാർത്ഥ എക്സ്ട്രാക്റ്റ് ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ജീവിതകാലം മുഴുവനും ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നോക്കി നിങ്ങൾ വായിച്ചാൽ, അതിപ്പോൾ കീർത്തനങ്ങളാവട്ടെ, മറ്റ് സഹസ്രനാമം എന്തുമായിക്കോട്ടെ, അതങ്ങനെ വായിച്ചു പോകാമെന്നല്ലാതെ അതിൻ്റെ ആ എസൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് നുകർന്നെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മാത്രവുമല്ല, ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ, കേവലം ഒരു ജ്യോതിഷം ആപ്ലിക്കേഷൻ നിർമ്മിക്കാനാണെങ്കിൽ കൂടി വന്നാൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കത് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ 3 വർഷം മുതൽ 5 വർഷം വരെ സമയമെടുത്ത് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ആ ഒരു രൂപരേഖ, അതായത് ഇതെങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ വരുന്നതെന്നുള്ള ആ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നേരിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം. അല്ലെങ്കിൽ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതരേഖയിലെ ആ സവിശേഷമായ വഴിത്തിരിവുകളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 21ാമത്തെ നക്ഷത്രമായ സത്യസന്ധതയുടെയും നേതൃത്വ ഗുണത്തിൻ്റെയും പ്രതീകമായ സൂര്യഭഗവാൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ പ്രതാപമുള്ള ഒരു നക്ഷത്രമാണ് ഈ ഉത്രാട നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ അതിദേവതകളായിട്ട് വരുന്നത് വിശ്വദേവന്മാരാണ്. ജ്യോതിഷത്തിൽ ആനക്കൊമ്പാണ് ഇതിൻ്റെ അടയാളമായിട്ട് ജ്യോതിഷം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരു ആനക്കൊമ്പ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രൗഢിയുടെയും അജയ്യമായിട്ടുള്ള ശക്തിയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വലിയ തടസ്സങ്ങളും വെല്ലുവിളികളും വന്നാലും സ്വന്തം ആത്മാഭിമാനവും നീതിബോധവും അത് നിങ്ങൾ പണയം വയ്ക്കാതെ വെറും 0-ൽ നിന്ന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വിജയത്തിൻ്റെ കൊടുമുടിയിൽ തല ഉയർത്തി നിൽക്കാനും പ്രത്യേക പ്രാപ്തിയുള്ളവരാണ് നിങ്ങൾ ഈ ഉത്രാട നക്ഷത്രക്കാർ. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ വരുമെന്നല്ല, ഏകദേശം ഭൂരിഭാഗം ആളുകളും ഈ രീതിയിലായിരിക്കും ജീവിതം നയിക്കുക. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദം വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയായ ധനുക്കൂറിലും ബാക്കി 3 പാദങ്ങൾ ശനിയുടെ സ്വന്തം രാശിയായ മകരക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ തേജസ്സും വ്യാഴത്തിൻ്റെ ആ ധർമ്മബോധവും ശനിയുടെ കഠിനാധ്വാനവും അച്ചടക്കവും ഒരുപോലെ സമ്മേളിച്ച ഒരു അപൂർവ നക്ഷത്രമാണ് നിങ്ങളുടെ ഈ ഉത്രാട നക്ഷത്രം. അതുപോലെ തന്നെ വാക്കിന് വലിയ വില കൽപ്പിക്കുന്നവർ, ആരുടെയും മുന്നിൽ അനാവശ്യമായിട്ട് തലകുനിക്കാത്ത അത്രയധികം നട്ടലിലും ബലമുള്ളവർ, എന്നാൽ എല്ലാവരോടും വിനയത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും പെരുമാറുന്ന വലിയ മനസ്സിന് ഉടമകളായിട്ടുള്ളവരാണ്
ഈ ഉത്രാട നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം നക്ഷത്ര ജാതകരും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയും ജീവിത രീതിയും ആരും കൊതിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പറഞ്ഞതല്ല, നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ മാത്രമാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായഘട്ടങ്ങളിലും നിങ്ങളെ കാത്തിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ കാണുന്ന അക്കങ്ങൾ ചേർത്ത് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പട്ടിക പ്രകാരമായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ ആ പ്രായം ഇതിൽ നിന്നും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഞാൻ ഫലം പറയുന്നത് ഉത്രാട നക്ഷത്രക്കാരുടെ 0 വയസ്സ് മുതൽ ആയുഷ്കാല ഫലമായിരിക്കും ഞാൻ ഇതിലൂടെ പറഞ്ഞു പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രമോ അല്ലെങ്കിൽ ഉത്രാട നക്ഷത്രക്കാരായ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ നക്ഷത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. കൊടുത്തിരിക്കുന്ന പട്ടിക പ്രകാരം ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള അവരുടെ പ്രായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സൂര്യഭഗവാന്റെ പ്രതാപമുള്ള ദശാകാലത്തിലാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്കാലം അല്പം അച്ചടക്കത്തോടു കൂടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കും കടന്നു പോകുക. എങ്കിലും ആരോഗ്യത്തിൽ ചില ചെറിയ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ചും ഈ ഉഷ്ണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ നിറമാറ്റങ്ങൾ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി എന്നിവ നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ജന്മനാ തന്നെ സൂര്യൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഈ മറ്റു കുട്ടികളേക്കാൾ വളരെയധികം തൻ്റെ ഇടവും നേതൃത്വ ഗുണവും നിങ്ങൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ പഠനകാര്യത്തിൽ അതീവ ശ്രദ്ധയും കൃത്യതയും പുലർത്തുന്നവരുമായിരിക്കും. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേക മിടുക്ക് തന്നെ നിങ്ങൾ കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെയും മുതിർന്നവരുടെയും പ്രത്യേക ബഹുമാനവും പ്രശംസയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം നിങ്ങൾ പൂർത്തിയാക്കിയെടുക്കുക. അതിന് ഉത്രാട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 15 വയസ്സ് നിങ്ങൾക്ക് തികഞ്ഞ് 20, 25, 30 എന്നീ വയസ്സുകളിലേക്ക് നിങ്ങളുടെ ജീവിതം അടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുക എന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ചന്ദ്രദശയും തുടർന്ന് വരുന്ന ചൊവ്വാദശയും നിങ്ങളുടെ കരിയറിലും ലക്ഷ്യബോധത്തിലും വലിയൊരു വഴിത്തിരിവിന് തുടക്കമിടുന്നതാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഉന്നത പഠനത്തിനായി മികച്ച അവസരങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കും. ഗവൺമെൻറ് തസ്തികകൾ, അഡ്മിനിസ്ട്രേഷൻ, ബാങ്കിങ്, IT അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ എൻജിനീയറിങ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ ഈ സമയത്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ 23 വയസ്സ് പിന്നിടുന്നതോടുകൂടി സ്വന്തം പ്രയത്നത്താൽ, അതായത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങളുടെ കൈകളിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ആ ഒരു സന്ദർഭമായിരിക്കും. എന്നാൽ ഈ പ്രായത്തിൽ രാഹുവിൻ്റെയോ ചൊവ്വയുടെയോ സ്വാധീനം നിങ്ങൾക്ക് ഗ്രഹനിലയിൽ വന്നു ചേരുമ്പോൾ അത് അതിതീവ്രമായിട്ടുള്ള ചില പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ അകപ്പെടാൻ കാരണമാക്കി തീർത്തേക്കും. എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാത്തത് മൂലം അതിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ 25 വയസ്സ് കഴിയുന്നതോടെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകും. പ്രത്യേകിച്ചും ഈ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ തൊഴിൽ രംഗം ഒരു സുസ്ഥിരമായ തലത്തിലേക്ക് ഉയരുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുക. എന്നാൽ 26 വയസ്സിന് ശേഷം വിവാഹത്തിനായിട്ടുള്ള യോഗങ്ങൾ വ്യക്തമായി തന്നെ തെളിഞ്ഞു വരുന്നതാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ചിന്തകളെയും ബഹുമാനിക്കുന്ന ഒരു പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കുമെന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിന് ഉത്രാട നക്ഷത്രക്കാർ 30 വയസ്സ് കഴിഞ്ഞ് 35, 40, 45 എന്നീ വയസ്സുകളിലൂടെ നിങ്ങളുടെ 50 വയസ്സുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 30 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ചും 35-ാം വയസ്സിൽ ആരംഭിക്കുന്ന ശനി വ്യാഴ പ്രഭാവങ്ങൾ നിങ്ങളുടെ കരിയറിനെ ആകെ മാറ്റിമറിക്കുന്നതാണ്. ഇത് പറയാൻ കാരണം 36 വയസ്സ് മുതൽ ആരംഭിക്കുന്ന ഈ യോഗം
നിങ്ങളുടെ 42-ാം വയസ്സിൽ വലിയൊരു പദവിയും ഉയർച്ചയും നിങ്ങൾക്കുണ്ടാക്കി തരും. പ്രത്യേകിച്ചും സാമ്പത്തിക ലാഭത്തിലേക്കും ഇത് വഴി തുറക്കുന്നതാണ്. സ്വന്തമായി വീടിന് യോഗമുണ്ടാകും, വാഹന യോഗമുണ്ട്, അതുപോലെ തന്നെ ഭൂമി, ബിസിനസ് എന്നിവ സംബന്ധിച്ച് അത് വിപുലീകരിക്കാനുള്ള യോഗങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ 43 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ പ്രായത്തിൽ ഗ്രഹനിലയിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ട്, അതായത് ഇത് ഗുണമാവാം അല്ലെങ്കിൽ ദോഷമാകാം, എന്നാലും ഏറെ കൂറും ദോഷമായി തന്നെ പോകുന്ന ഒരു ചെറിയ കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിങ്ങൾ വിശ്വസിച്ച കൂട്ടുകാളികളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങളിൽപ്പെട്ട് പേരുദോഷങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള അപവാദങ്ങളോ കേൾക്കാനിട വന്നേക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള ഈ പണമിടപാടുകളിലും ജാമ്യം നിൽക്കുന്ന കാര്യത്തിലുമെല്ലാം നിങ്ങൾ ഈ പ്രായത്തിൽ അല്പം ജാഗ്രത നേരത്തെ തന്നെ പുലർത്തിയിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. എന്നാൽ 48 വയസ്സിന് ശേഷം നിങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് കർമ്മരംഗത്ത് വലിയൊരു സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ സമയത്ത് മക്കളെ കൊണ്ട് വളരെയധികം പ്രയോജനം, അല്ലെങ്കിൽ മക്കളുടെ ആ ഉയർന്ന നേട്ടങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടവുമായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ പക്വതയാർന്ന ആ ഒരു കാലഘട്ടം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആ ഒരു യാത്ര നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സിന് ശേഷം വരുന്ന രാഹുർദശയോ അല്ലെങ്കിൽ വ്യാഴദശയുടെ ആ ഗുണഫലങ്ങൾ കാരണം സമൂഹത്തിൽ നിങ്ങൾ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അംഗീകരിക്കുന്ന ബഹുമാനത്തിലേക്കൊക്കെ ഉയർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സമയത്ത് ചില ബഹുമതികളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പോൾ ഈ പ്രായത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നേട്ടമായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കടമകളെല്ലാം നിറവേറ്റി സ്വസ്ഥമായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ സമയം. പിന്നെ ഇവിടെ കൂടി ഒരു നെഗറ്റീവായിട്ട് കാണുന്നത് ആരോഗ്യകാര്യത്തിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള ചില വീഴ്ചകൾ ഈ സമയത്ത് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ഈ സമയം നിങ്ങൾക്ക് കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേടിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയവുമായിട്ടുള്ള ആ അവസാന ഘട്ടം, അതായത് 70 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള കാലയളവ് ഒന്ന് നോക്കുകയാണെങ്കിൽ 75, 80, 85, 90 എന്നീ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായിട്ടും ഈശ്വരചിന്തയിലേക്കും ക്ഷേത്രകാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ചുറ്റുപാടുകളിലേക്കുമൊക്കെ വിഹരിക്കുന്ന ആ ഒരു സമയമായിരിക്കും. അതായത് പഴയ കാലത്ത് നിങ്ങൾ നേരിട്ട വെല്ലുവിളികളും അതിൽ നിന്നും നിങ്ങൾ നേടിയതും നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആ എല്ലാ ഗുണദോഷ ഫലങ്ങളും ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ പ്രായത്തിൽ ആരുടെയും മുന്നിൽ തല കുനിക്കാതെ സ്വന്തം തൻ്റെ അടുത്തോടു കൂടിയും അന്തസ്സോടു കൂടിയും ഈ വാർദ്ധക്യകാലം കഴിച്ചു കൂട്ടാനുള്ള ആ ഒരു സാമ്പത്തികമായും ഭൗതികപരമായിട്ടുമുള്ള ആ ശേഷി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞത് പൊതുവായിട്ടുള്ള ജാതക വിശകലനങ്ങളാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതഗതി തീർച്ചയായിട്ടും മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറി ഭാഗ്യങ്ങൾ ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം അത് എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ധാര വഴിപാടായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും. അതായത് ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.